കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രതിഷേധവുമായി നഴ്സുമാർ. സമരത്തിനിറങ്ങിയ നഴ്സുമാരെ തടഞ്ഞെന്നും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും ആരോപണമുണ്ട്. പ്രതികരണങ്ങളിലേക്ക്. സമരത്തിൽ പങ്കെടുത്ത നഴ്സുമാരെ ആശുപത്രിയിൽ പൂട്ടിയിട്ടു, ചിലരെ UN നേതാക്കന്മാരെ മർദ്ദിച്ചു എന്നൊക്കെ ആരോപണം ഉന്നയിച്ചപ്പോൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി മുമ്പിൽ നഴ്സുമാരെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. എന്താണ് ഈ സമരത്തിലേക്ക് നയിച്ചത്? ഈ സമരത്തിലേക്ക് നയിച്ചത് നമ്മൾ പറഞ്ഞിരുന്നു 40,000 മിനിമം വേതനം കിട്ടണമെന്ന്. ഇവിടെ നമ്മൾ കഴിഞ്ഞ 27-ാം തീയതി ലെറ്റർ കൊടുത്തതാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ മാനേജ്മെന്റ് ഞങ്ങൾ ആവശ്യം തള്ളുകയും ഞങ്ങൾ അവർക്കെതിരെ 9-ാം തീയതി കംപ്ലീറ്റ് സ്ട്രൈക്കാന്ന് ഇൻഫോം ചെയ്യുകയും ചെയ്തു. അതിനെതിരെ അവർ ഇന്ന് 25 സ്റ്റുഡൻസ് ഞങ്ങളുടെ കൂടെയുള്ള നഴ്സിംഗ് സ്റ്റാഫുകളെ വിളിക്കുകയും ക്ലാസ് ഉണ്ടെന്ന് പറയുകയും ചെയ്തു. ഞങ്ങൾ ക്ലാസ് ആണെങ്കിൽ അറ്റൻഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവരെ വിട്ടു. പക്ഷേ 25 പേര് ഒരു റൂമിൽ അടച്ചിടുകയും ഡ്യൂട്ടി ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്തു. അവർ ചെയ്യാത്തതിന്റെ പശ്ചാത്തലത്തിൽ അവരെ വീട്ടുകാരെ വിളിക്കുകയും പല രൂപത്തിൽ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വിദ്യാർത്ഥികൾ നിർബന്ധിതരാവാത്തതിന്റെ പേരിൽ ഞങ്ങൾ UN എക്സിക്യൂട്ടീവ്സ് അതിനെ ചോദ്യം ചെയ്യാൻ പോയപ്പോൾ ഞങ്ങൾക്കെതിരെ അധികാരികൾ കയ്യേറ്റത്തിന് വന്നു. അതിന് വീഡിയോ ഞങ്ങൾ മാധ്യമങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അവർ വളരെ വൃത്തികെട്ട രൂപത്തിലാണ് നമ്മളെടുത്ത് പെരുമാറിയേക്കുന്നത്. കൂടാതെ ഹോസ്പിറ്റലിലെ തൂപ്പുകാരുമായാണ് ഞങ്ങൾ അവർ കൺവേഴ്സ് ചെയ്യുന്നത്. ഇവിടെ നഴ്സിംഗ് ജോബ് കഴിഞ്ഞ് വർക്ക് ചെയ്യുന്ന ഒരു നഴ്സിംഗ് സ്റ്റാഫിന് തുടക്കം കൊടുക്കുന്നത് 15,000 രൂപയാണ്. ഒരു തൂപ്പുകാർക്ക് ഇവിടെ കൊടുക്കുന്ന ശമ്പളം 24,000 രൂപയാണ്. ഇവിടെ സാലറി കൊടുക്കുന്നത് പലർക്കും പല രീതികളിലാണ്. എന്തുകൊണ്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഒരു നഴ്സുമാർക്ക് 40,000 തുല്യ വേതനം കൊടുത്തുകൂടാ? അതാണ് ഞങ്ങളുടെ ആവശ്യം. നിങ്ങളിവിടെ ജോലി ഇതിന് മുമ്പിൽ വലിയ പ്രൊട്ടസ്റ്റിലേക്ക് വന്നത് ഞങ്ങൾ ഇവിടെ ട്രെയിനീസ് ആയിട്ട് ജോയിൻ ചെയ്തതാണ്. ഇന്ന് രാവിലെ ക്ലാസ് ഉണ്ട് പണ്ട് ഞങ്ങൾ ഭരിച്ചു വരുത്തിയതാണ്. ക്ലാസ് ഇല്ലാന്നും ഞങ്ങളെ ഡ്യൂട്ടി കയറുന്ന നിർബന്ധിക്കായിരുന്നു. കയറില്ലാന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ ടെർമിനേറ്റ് ചെയ്യാൻ ID കാർഡ് യൂണിഫോം ഊരി കൊടുത്തോളാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തും, നിങ്ങൾക്ക് കേരളത്തിൽ ഒരു ഹോസ്പിറ്റലിലും വർക്ക് ചെയ്യാൻ പറ്റാത്ത വിധത്തിലാക്കും എന്നാണ് ഞങ്ങളോട് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. ഇന്ന് സ്വകാര്യ ആശുപത്രികൾക്ക് മുമ്പിൽ സമരം വ്യാപിപ്പിക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഈ ചർച്ചയ്ക്ക് വന്ന അല്ലെങ്കിൽ ആശുപത്രിയിൽ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞ് നഴ്സുമാരെ വിളിച്ചു വരുത്തുകയും അവരെ നിർബന്ധിച്ച് ജോലി ചെയ്യാൻ നിർബന്ധിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ നഴ്സുമാർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധമാണ് ഇപ്പോൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് മുമ്പിൽ നടക്കുന്നത്. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്. ശരി, അവിടെ കയ്യേറ്റം നടന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഈ കാണുന്നത്. എന്നോട് എന്റെ കൂടുതൽ ഇൻജക്ഷൻ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആണെങ്കിൽ ഇവിടെ ബാഡ്ജ് ഉണ്ട്, ഒരു ഡ്യൂട്ടി ഉണ്ട്. ആശുപത്രി അധികൃതരും സമരക്കാരും തമ്മിലുണ്ടായ വാക്കേറ്റമാണ് ഇപ്പോൾ കണ്ടത്. എന്തായാലും സ്വകാര്യ ആശുപത്രികൾ എല്ലായിടത്തും തന്നെ നഴ്സുമാർ സമരത്തിലാണ്. 40,000 രൂപ അടിസ്ഥാന ശമ്പളമാക്കണമെന്നതാണ് ആവശ്യം. അത് ഏറെ കാലങ്ങൾക്ക് മുമ്പ് ചർച്ചകൾ തുടങ്ങിയതാണ്. പക്ഷേ അത് സർക്കാരിൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു തീരുമാനം വന്നാലാകാമെന്നാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലുണ്ട്. ചെറിയ ആശുപത്രികൾക്ക് താങ്ങാൻ പറ്റുമെന്ന ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പല വിധത്തിൽ ഈ സമരത്തിന് പിന്നിൽ വലിയ ആശുപത്രികളുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലോബിയും ഉണ്ടോ എന്നൊക്കെ പല വിധത്തിൽ ചർച്ചകളുണ്ട്. എന്തായാലും നഴ്സുമാർ ഉന്നയിക്കുന്ന ആവശ്യം കൃത്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ നഴ്സുമാരൊക്കെ വിദേശങ്ങളിലേക്കൊക്കെ പോകുന്നവർക്ക് നല്ല ശമ്പളം കിട്ടണമെങ്കിൽ വിദേശത്ത് പോയാലും നടക്കുള്ളൂ. ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചവർക്ക് കിട്ടുന്ന വളരെ തുച്ഛമായ ശമ്പളമാണ്. ഇപ്പോൾ നമ്മൾ നഴ്സുമാരുടെ പ്രതികരണം കേട്ടല്ലോ. അവരുടെ സാഹചര്യങ്ങൾ ഇതാണ്. അങ്ങനെ അവർ നിർബന്ധിതരായി മാറുകയാണ് ഇങ്ങനൊരു സമരത്തിലേക്ക് പോകാൻ. ആരോഗ്യ മേഖലയാണ്, എല്ലാവർക്കും അറിയാം. ആരും അറിഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല ഈ സമരം ചെയ്യുന്നത്. അവരുടെ നിവൃത്തികേടാണ് അവരെ അങ്ങനെ ഒരു സമരത്തിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകണം എന്നതാണ്